മൺകുടം പൊട്ടിയാലും ജീവൻ യാത്രയില്ല. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. കൊതിച്ച പുമാൻ 4-ാം സ്കന്ധം 29-ാമത് അധ്യായം 29-ാമത് ശ്ലോകം ഭാഗവത പറയുന്നത്. ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ദിശാബോധം, കാഴ്ചപ്പാട്, വിഷൻ തരുന്ന കൃതികളാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങിയ നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളെല്ലാം. അതുകൊണ്ട് ഈ കൃതികളെയൊക്കെ വിളിക്കുന്ന പേര് ദർശനങ്ങൾ എന്നാണ്. അങ്ങനെ ഒരു പേര് മറ്റ് മതഗ്രന്ഥങ്ങൾക്കില്ല. ദർശനം, വിഷൻ എന്നർത്ഥം. ഈ വിഷൻ നമ്മൾ ഹിന്ദു സമൂഹത്തിനുണ്ടെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരാണ്. ഇപ്പം നോക്കൂ, മരണാനന്തരം ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മരിച്ചവരുടെ ആത്മാവ് ഉപദ്രവിക്കുന്നു, ആ ദോഷം ഈ ദോഷം, മരിച്ചവരുടെ ആത്മാവ് വീട് വിട്ടുപോയിട്ടില്ല, അതുകൊണ്ടാണ് കിടന്നാൽ ഉറക്കമില്ലാത്തത്. അത് ഇവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ പാവം മരിച്ചുപോയവരെയൊക്കെ പല വിധത്തിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളിൽ കുരുക്കിടാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? മരിച്ചവരുടെ ബാധ ഒഴിപ്പിക്കൽ ഇപ്പോഴും ഇല്ല. മരിച്ചവരുടെ ബാധ ഒഴിപ്പിക്കൽ ഉണ്ടോ? ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങളുണ്ടോ? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. മരിച്ചവരെന്തോ കുഴപ്പമുണ്ടാക്കേണ്ടത്. എന്നാൽ മരിച്ചവർ കുഴപ്പമുണ്ടാക്കുന്നില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ മരിച്ചവരൊക്കെ ശരിക്കും എവിടെയാണ്? ഹിന്ദു സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. നമ്മുടെ വിചാരം ആകാശത്തിനപ്പുറത്തൊരു പിതൃലോകം ഉണ്ടെന്നും അവിടെ എന്തോ ഈ മോർച്ചറി കിടക്കുന്ന പോലെയൊക്കെ അവർ കിടക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം, അല്ലേ? ഈ ട്രെയിനിലെ ബർത്തിൽ കിടക്കുന്ന പോലെ ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാൾ, എന്തോ മേലെയാണ് അവരൊക്കെ കിടക്കുന്നത് എന്നുള്ളത്. ഈ തരത്തിലൊക്കെയാണ് ഹിന്ദുക്കൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെയുള്ളൊരു ഉത്തരം നമുക്ക് കപിലൻ കാണിച്ചു തരുന്ന അധ്യായമാണ് 3-31. അപ്പം അവിടെ ഈ 3-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകം മനസ്സിലാക്കണം നമ്മൾ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്ന പ്രക്രിയയാണ് മരണം. പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ലേ? ഇപ്പം നമ്മൾ മൊബൈലിൻ്റെ അകത്ത് സ്ലോട്ടിനകത്ത് സിം കാർഡൊക്കെ ഇടുന്ന പോലെ ഈ സിം കാർഡ് നിങ്ങൾ സ്ലോട്ടൊന്ന് പുറത്തേക്ക് തള്ളി ഒരു പിന്നെടുത്ത് കുത്തി സ്ലോട്ട് തള്ളി അതൊന്ന് സിം കാർഡ് എടുത്ത് മാറ്റുന്ന പോലെ ഈ ശരീരമാകുന്ന മൊബൈലിൽ നിന്നും മനസ്സാകുന്ന സിം കാർഡിനെ ഇജക്റ്റ് ചെയ്യും, പ്രാണൻ പുറത്തു കൊണ്ടുവരും. അപ്പം ഈ പ്രാണൻ്റെ ഗതി മുകളിലൂടെയാണ്. പ്രാണൻ ശരീരം വിട്ടുപോവുക മുകൾ ഭാഗത്തൂടെയാണ്. കാരണം ജനിച്ചു വരുന്നത്, ജനനം എന്ന് പറയുന്നത് തന്നെ മുകളിലൂടെയാണ്. ഈ നമ്മുടെയൊക്കെ തലയിന് മൂർധാവ് ഭാഗത്തൊരു സുഷിരമുണ്ട്, അതിന് ബ്രഹ്മരന്ധ്രം എന്ന് പറയും. ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് പ്രാണൻ താഴോട്ട് വരുന്നെങ്കിൽ പോകുന്നതും മുകളിലൂടെയാണ്. പക്ഷെ എന്തു പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഒരുപാട് അനാവശ്യ ചിന്തകൾ, ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളവരുടെ പ്രാണബലം കുറവും താഴെയുള്ള അപാനബലം കൂടുതലുമായിരിക്കും. ഇപ്പം മുകളിൽ ഇപ്പോൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്ന പോലെ നമ്മളുടെ മൂർധാവിലിരിക്കുന്ന പ്രാണനെ പ്രാണനെന്നും ഏറ്റവും താഴെ ഇരിക്കുന്ന പ്രാണനെ അപാനനെന്നും വിളിക്കുകയാണ്. അപാനൻ എന്നാൽ ഇന്ന് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന പ്രാണൻ എന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ താഴോട്ട് വലിക്കുന്നതും മലമൂത്ര വിസർജ വസ്തുക്കളൊക്കെ പുറത്തേക്ക് തള്ളുന്നതൊക്കെ ഈ അപാനൻ്റെ ജോലിയാണ്. അപ്പം അപാനൻ എല്ലാം താഴോട്ട് പുള്ളിയും, പ്രാണൻ മുകളിലേക്ക് വലിക്കും. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക് മൂർധാവിലേക്കാണ് പോകുന്നത്, പ്രാണൻ മുകളിലേക്ക് വലിക്കുകയാണത്. മനസ്സിലാവുണ്ട്? അപാനൻ താഴോട്ട് വലിക്കും. ഈ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ കൂടുതൽ ഉള്ള ആളുകൾക്ക് മെൻ്റലി പ്രായമാകും തോറും കൂടുതൽ ഒരുപാട് വറീസ്, ഒരുപാട് അനാവശ്യ ചിന്തകൾ കൊണ്ട് നടന്നാൽ പ്രാണബലം വളരെ കുറഞ്ഞു വരും, അപാനശക്തി കൂടും. അപ്പം എന്താണ്? അപാനശക്തി കൂടുന്തോറും മരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഈ പ്രാണന് ഈ ശരീരത്തിൽ നിന്നും
ഇജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഇന്നൊരു നല്ലൊരു ശതമാനം ആശുപത്രി കിടന്ന് മരിക്കുന്നത്. അപ്പം ആശുപത്രി കിടന്ന് മരിക്കരുത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദിവസവും കുറച്ചു നേരം നിവർന്നൊക്കെ ഇരുന്ന് ഓങ്കാരാദി മന്ത്രങ്ങൾ ചൊല്ലി പരിശീലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഇത്തരം പരിശീലനങ്ങളൊക്കെ ചെയ്താൽ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, പ്രാണൻ്റെ പോവാനുള്ള വഴി. നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മളൊരു പറമ്പിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അതിനെ നമ്മൾ പുറത്തേക്ക് പോകാൻ വഴി ഒരുക്കില്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ വരമ്പുകൾ പൊട്ടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബണ്ടുകൾ പൊട്ടിച്ച് ആ വെള്ളം പുറത്തു പോകും. ഉണ്ടോ ഇല്ലയോ? അതിനൊരു വഴി കൊടുക്കണം. ഇതുപോലെയാണ് പ്രാണന് മുകളിലേക്കുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ആ പ്രാണന് മുകളിലേക്ക് പോകാൻ പറ്റാതെ അത് ഈ ശരീരത്തെ തന്നെ കൊലാപ്സാക്കും. അതാണ് നമ്മൾ അവശ്യമായി ഹോസ്പിറ്റലൊക്കെ കടന്ന് മരിക്കേണ്ട ഗതികേട് നമ്മളുണ്ടാക്കി വെച്ച വിനയാണ്. ഇതുവരെ മറ്റു മൃഗങ്ങൾക്ക് ഈ ഗതികേടില്ല, മനുഷ്യർക്കേ ഉള്ളൂ ഗതികേട്. നോക്കൂ, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പഴയ കാലത്ത് ഇത്രയും ആളുകൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ? അന്ന് ഇത്രയും ആളുകൾ ഒരുപക്ഷെ അന്ന് വീട്ടിൽ കിടന്നാലും മരിക്കുന്നുണ്ട്. ഉണ്ടോ? കുറച്ച് ദിവസം കിടക്കുക അവർ മരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കൊണ്ടൊരു ഭാരം മറ്റുള്ളവർക്ക് ഉണ്ടാക്കരുത്. അപ്പം നമ്മൾ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, പ്രാണഗതി ഉണർത്തുക. ഇത് മരിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാണഗതി ഉണർത്തും തോറും ഊർജവും ഉത്സാഹവും മനസ്സിന് കൂടും. മനസ്സിൻ്റെ ഭാരം കുറയും തോറും ഇപ്പോൾ ഇവിടെ നമുക്ക് ജീവിതത്തെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. കൂടുതൽ മനസ്സിൽ സ്ട്രെസ്സും ടെൻഷനും വേണ്ടാത്ത ചിന്തയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ആസ്വാദന ശക്തി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ കൂടുതൽ നേരം മനസ്സ് നിൽക്കുമ്പോഴാണ് ആസ്വാദനം. ഇല്ലേ? കുട്ടികൾ നോക്കൂ, കുറേ നേരം ഉറങ്ങുന്നു, അവർക്ക് ആ ഉറക്കത്തിൽ ആസ്വാദനമുണ്ട്. ഇന്ന് കുറച്ചു നേരെ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, അത് തന്നെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നവർ വളരെ കുറവാണ്. കാരണം ചിന്തകൾ അപ്പോഴേക്കും മനസ്സിനെ ഡിസ്റ്റേർബ് ചെയ്യും. ആണോ അല്ലയോ? ഇപ്പോൾ ഉറക്കത്തിൻ്റെ സുഖം കുറയും. ഇതുപോലെയാണ് ജീവിതത്തിൽ പലർക്കും സുഖം കുറഞ്ഞു വരികയാണ്. അതിനർത്ഥം എന്താണ്? ഒരു കാര്യത്തിൽ അവർക്കുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ, ഒരു കാര്യത്തിൽ മനസ്സിൻ്റെ ലയത്തിൻ്റെ തീവ്രത അവർക്ക് പറയൂ കുറഞ്ഞു വരികയാണ്. ആസ്വാദനത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നു. പഴയ കാലത്ത് 3 മണിക്കൂർ സിനിമ കാണാൻ ആളുകൾക്ക് പറ്റിയിരുന്നു. ഇന്നിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇപ്പോൾ സിനിമയുടെ ദൈർഘ്യം അവർ കുറയ്ക്കുകയാണ്. ആണോ? ക്രിക്കറ്റ് കളി, അതുപോലെ ഓരോ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, പലതിൻ്റെയും ദൈർഘ്യം കൊണ്ടുവരുന്നതിന് കാരണം ആളുകൾക്ക് ഇത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് കുറഞ്ഞു വരികയാണ്. ആണോ അല്ലയോ? ആണോ? നിങ്ങൾ നോക്കൂ, ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പോൾ പൂജകൾ തന്നെ ഒരു വിശദമായിട്ടുള്ള പഴയ കാലത്തുള്ള പൂജകളൊക്കെ ഇന്നിപ്പോൾ അതെല്ലാം ചുരുങ്ങി. കാരണം ആളുകൾക്ക് അതിലൊക്കെ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞു വരികയാണ്. മേളം തന്നെ നോക്കൂ നിങ്ങൾ, മേളം ആസ്വദിക്കണമെങ്കിൽ അതിവേഗതയുള്ള ഈ പഞ്ചാരി മേളം പോയിട്ട് ഇപ്പോൾ ശിങ്കാരി മേളം വേണം എന്നുള്ള അവസ്ഥയെ, ഡാൻസ് കളിക്കാൻ പറ്റുന്ന മേളം വേണം എന്നുള്ളൊരവസ്ഥയെ. മനസ്സിലായില്ലേ? ആ ട്രഡീഷൻ, ഞാൻ ഏറ്റവും ഈ കാര്യത്തിൽ വല്ലാത്തൊരു ട്രാജഡിയായി പോയത് കഥകളിയുടെ കാര്യമാണ്. കഥകളി എന്ന് പറയുന്നത് പൂർവികർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കഥകളി 3 hours, മിനിമം 3 to 4 hours. പഴയ കാലത്ത് രാത്രി ഒരു 9 മണിക്കൊക്കെ തുടങ്ങിയാൽ കാലത്ത് 1 മണി 2 മണി വരെയൊക്കെ ഉള്ള കളിയായിരുന്നു പണ്ട് കഥകളി ഒറിജിനൽ. ഇന്നിപ്പോൾ 1.5 മണിക്കൂറൊക്കെയാണ് കുചേലവൃത്തം, കുറേ ലൈൻസ് കട്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. സന്താനഗോപാലം 1.25 മണിക്കൂർ. ആൾക്കാർക്ക് ആസ്വദിക്കാനുള്ള കഴിവ് പറയൂ കുറഞ്ഞ് അത്രയും മനുഷ്യൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാവാൻ തുടങ്ങി. ഇന്ന് അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിനും തീവ്രതയില്ല. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് പോലും തീവ്രതയില്ലെന്ന്. കാരണം ആ സ്നേഹബന്ധമായാലും ശരി, ഈവൺ അവരുടെ ലൈംഗിക ബന്ധങ്ങളായാലും ശരി, ഇവിടെയൊക്കെ കാണാം നിങ്ങൾക്ക്. മനുഷ്യന് ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ പോലും താരതമ്യേന കുറഞ്ഞു. കാരണം മനസ്സാണ് എല്ലാറ്റിൻ്റെയും കാരണം. മനസ്സ് ഡിസ്റ്റേബ്ഡ് ആണെങ്കിൽ ഒരു സുഖത്തിനും ശാശ്വതത്വവുമില്ല, ദൈർഘ്യവുമില്ല. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ തോട്ട്സുകളെ നമുക്കെടുത്ത് കളയാൻ ഒരു പരിശീലനമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും, വീട്ടിലെന്ത് സൗകര്യമുണ്ടായിട്ടും
കാരണം ആസ്വദിക്കേണ്ട ഒരേ ഒരു ഉപകരണം ഏതാണ്? നിങ്ങളുടെ ശരീരമല്ല ആസ്വദിക്കുന്നത് മനസ്സാണ്. അപ്പം ആ മനസ്സിൻ്റെ അനാവശ്യ ചിന്തകൾ കളയണോ വേണ്ടയോ? പറയൂ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കാണെങ്കിൽ പണ്ടത്തേതിനേക്കാളും ചിന്തകൾ കൂടി വരുന്ന കാലമാണ്. പണ്ടിത്ര ചിന്തകളില്ല. കാരണം ചോയ്സ് വളരെ കുറവായിരുന്നു. അന്നുള്ളത് ആസ്വദിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ചോയ്സ് വന്നതോടുകൂടി മനുഷ്യൻ്റെ മനസ്സ്, അതും ഇന്ന് മൊബൈലും കൂടെ വന്നതോടുകൂടി ഉള്ള മനസ്സും കൂടി കൊള്ളായി കിട്ടി ഇല്ലേ? നിങ്ങൾ നോക്കൂ, മനസ്സാകെ കൺഫ്യൂഷനാണ്. എല്ലാവരുടെ മനസ്സിലും, എല്ലാ കുട്ടികളുടെ മനസ്സും കൺഫ്യൂഷനാണ്. എന്ത് പഠിക്കണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ഓരോ കാര്യത്തിലൊക്കെ സംശയമാണ്. ആണോ? രാവിലെ സംശയം നിങ്ങൾക്കൊന്നും ഉണ്ടാവാറില്ല? രാവിലെ തന്നെ ഏത് പലഹാരം ഉണ്ടാക്കണമെന്ന് സംശയം. കാരണം ഒരേ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. ഒരേ സാധനം കൊണ്ട്, അതും എന്താണ്, അതിനു മുമ്പുള്ള മാവും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. ഫ്രിഡ്ജിൽ നോക്കിയാൽ മൊത്തം കൺഫ്യൂഷനാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓരോ കാര്യത്തിലും മനുഷ്യ മനസ്സ് ഡിസ്റ്റേബ്ഡായിട്ട് വരുന്ന കാലം നിൽക്കട്ടെ. ഈ മനസ്സ്, ഇതിന് എന്ത് സംഭവിക്കുന്നു മരണാനന്തരം? അപ്പം പ്രാണൻ മനസ്സിനെ ഇജക്റ്റ് ചെയ്താൽ, ബോഡിയിൽ നിന്ന് വിട്ടാൽ, ഇതിനെയാണ് ജീവാത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രേതാത്മാവ്. ശരീരത്തിലിരിക്കുമ്പോൾ അത് ജീവാത്മാവും, ശരീരം വിട്ടാൽ അത് പ്രേതാത്മാവായിട്ട് മാറുന്നു. ശരീരം വിട്ടു. ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സും പ്രാണനും ഉള്ള കൂട്ടിനെയാണ്, മനസ്സും പ്രാണനുമുള്ള കൂട്ടിൻ്റെ പേരാണ്, പറയൂ, ജീവാത്മാവ്. ഇത് ശരീരം വിട്ടാൽ ഇതിനെ വിളിക്കുന്നത് പ്രേതാത്മാവ്. ഇത് ശരീരം വിട്ടാൽ ജലത്തിലേക്കാണ് ചേരുന്നത്. അതായത് പ്രാണന് നിലനിൽക്കണമെങ്കിൽ ജലം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പ്രാണന് നിലനിൽക്കണമെങ്കിൽ ജലം വേണം. ഇത് നമ്മുടെ പൂർവികർക്ക് മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മരണാനന്തര ക്രിയകളൊക്കെ ജലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈവൻ മരണസമയത്ത് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൺകുടത്തിൽ വെള്ളം നിറച്ച് ഉടച്ചുകൊണ്ട് ചിതയ്ക്ക് തീ കൊളുത്തുന്ന ആ ഒരു ചടങ്ങ് നമുക്കുണ്ടോ? ഉണ്ടോ? ഇതെന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ വല്ലവരും? ഇത് കണ്ടിട്ടില്ലേ അനവധി ആളുകൾ? ഉണ്ടോ? എത്ര പേരിത് ചെയ്തിട്ടുള്ളവരുണ്ട് ഇവിടെ? കാരണവന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ളവരാണ്. ഇത് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കാണാത്തവരാരും ഉണ്ടാവില്ല. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അച്ഛൻ്റെ ജീവിതം ഒരു കുടം പോലെയായിരുന്നോ? അല്ലെങ്കിൽ ഒരു കുടം കുടിക്കുന്ന ആളായിരുന്നോ? അല്ലാത്തവർ കുടിക്കാത്തവർക്കും വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. എന്തിനാണിത് ചെയ്യുന്നത്? എന്തിനാണിത് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആരോ എന്തോ പറയണോ, കേൾക്കണില്ല. ആരാ അത് പറയണ? കൈവെക്കൂ. എന്താണ്? കേട്ടില്ല. അടുത്ത ജന്മത്തെ അല്ല, എന്താ പറഞ്ഞത്? അപ്പോൾ മനസ്സിലാക്കൂ നിങ്ങൾ, ആ മൺകുടം ശരീരത്തെ പ്രതിനിധാനം ചെയ്യും. ആ കുടം പൊട്ടി. ഇനി ജീവാത്മാവ് യാത്രയിലാണ്. മൺകുടം പൊട്ടിയാലും ജീവൻ യാത്രയിലാണ്. കുടം വെള്ളം ഒഴുകല്ലേ, ഇത് ഒഴുക്കുകയാണ്. ഒഴുക്കിക്കളയല്ലേ, വെള്ളം പൊട്ടിച്ച് വെള്ളം ഒഴുകി വിടും. ജീവാത്മാവ് യാത്രയിലാണ്. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഓരോ മനസ്സും അതുണ്ടാക്കുന്ന സംസ്കാരം, ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് ഒരച്ഛനെ തേടും. അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. കൊജിച്ച പുമാൻ 4-ാം സ്കന്ധം 29-ാമത് അധ്യായം 29-ാമത് ശ്ലോകം ഭാഗവത പറയുന്നത്. വ്യാസഭഗവാൻ പറഞ്ഞ വരികളാണ് പറയണത്. കൊജിച്ച പുമാൻ, കൊജിച്ച സ്ത്രീ, കൊജിച്ച ഉഭയമന്ധതി, ദേവോ മനുഷ്യതിര്യക്വ യഥാ കർമ്മഗുണം ഭവ. ഓരോരുത്തരും ഉണ്ടാക്കി വച്ചിരിക്കുന്ന
മാനസിക അവസ്ഥകൾ, മാനസികമായ ശീലങ്ങൾ, സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതൊക്കെയായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ കാര്യത്തിന് അനുകൂലമായ ഒരു ശരീരം കിട്ടാൻ വേണ്ടി നിങ്ങൾ യാത്രയിലാണ്, ജീവൻ യാത്രയിലാണ്. കൊതിച്ചപ്പുമാൻ, കൊതി എന്ന് പറഞ്ഞാൽ ചിലത് മനുഷ്യനാവും, ചിലവർ സ്ത്രീകളാവും, തിര്യക്കുകളാവും. തിര്യക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, ശ്ലോകം കണ്ടോ, 4:29 ചിലവർ മൃഗങ്ങളാവും, ചിലവർ അംഗവൈകല്യമുള്ളവരാവും. മനസ്സിലായില്ലേ? അംഗവൈകല്യങ്ങളുള്ളവർ, അതായത് ഓരോരുത്തരുടെയും കർമ്മഗുണം ഭവ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനസ്സിൻ്റെ ഗുണങ്ങളും അവനവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കും ഓരോരുത്തരും കണ്ടെത്തുന്ന ജന്മങ്ങൾ. ഇതെൻ്റെ വേർഷനല്ലേ, ഇത് ഭാഗവതത്തിൽ വ്യാസൻ പറഞ്ഞാണ്. ഇനി നിങ്ങൾ ഗീതയിലെ 8-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം എടുക്കുക. 8-ാം അധ്യായത്തിൽ അതിലാണ് കൃഷ്ണൻ ക്ലിയറായി ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. അവിടെ പറയും, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേപരം തം തം അവൈതി കൗന്ദേയ സദാ സദ്ഭാവഭാവിതാണ്. യം യം ഏത് തരത്തിലുള്ള ശീലങ്ങളാണോ, സ്വഭാവങ്ങളാണോ, സംസ്കാരങ്ങളാണോ ഓരോരുത്തരും രൂപപ്പെടുത്തുന്നത്, തം തം അത് തന്നെ വീണ്ടും അർജുന ആളുകൾ കൊണ്ടുവരുന്നു. അതായത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു ശീലവും സ്വഭാവവും സംസ്കാരവും ഒന്നും നശിക്കില്ല. മരണം കൊണ്ട് അതൊന്നും നശിക്കാൻ പോകുന്നില്ല. കാരണം ചിന്തകൾക്കൊരിക്കലും നാശമില്ല. മനസ്സിലാവുണ്ടോ? ചിന്തകളെ നശിപ്പിക്കാൻ മരണത്തിന് സാധ്യമല്ല. അപ്പം ആ ചിന്തകൾ വീണ്ടും വരാൻ ബാധ്യസ്ഥമാണ്. നോക്കൂ, നമ്മളിതെല്ലാം കുട്ടികളിൽ നിന്ന് പഠിക്കണം. കൊച്ചുകുട്ടികൾ ചിന്തകളുണ്ടോ അവർക്ക്? നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് ചിന്തകളുണ്ടോ? നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം. എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രശ്നമില്ല. കൊച്ചുകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വപ്നങ്ങളുണ്ടോ? കുഞ്ഞു വാവകൾ, ബേബീസ് സ്വപ്നം കാണുമോ? സ്വപ്നത്തിൽ പലതും കണ്ട് ഞെട്ടി ഉണരുമോ? കരയുമോ? ഇല്ല. കുട്ടികൾക്ക് സ്വപ്നമില്ല. ഉറക്കെ പറയൂ, ഉണ്ട്. അപ്പം ആ സ്വപ്നം കണ്ട് എന്തോ ഞെട്ടി അല്ലെങ്കിൽ ഭയപ്പെട്ട് കരയുന്ന കുട്ടികളെ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് ഭയപ്പെടാനുള്ള ഒരു അനുഭവം എവിടെ നിന്ന് കിട്ടി? ഇതെവിടെ അക്കൗണ്ട് ചെയ്യും നിങ്ങൾ? അവനവൻ അനുഭവിച്ചതോ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ഒരു സ്മരണയല്ലേ സ്വപ്നമായി മാറുന്നത്? അല്ല. നിങ്ങളാരെങ്കിലും സ്വർഗത്തിൽ ഉർവശിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളാരെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്തുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ യാത്ര ചെയ്യാത്ത ഒരാൾക്കുണ്ടാവുമോ? പറയൂ നിങ്ങൾ. അപ്പം അവനവൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവനവൻ ആഗ്രഹിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങളും അവനവൻ കണക്കുകൂട്ടിയതും പ്രതീക്ഷിച്ചതും മോഹിച്ചതും ഒക്കെ അല്ലേ ഉള്ളത്? ആണോ അല്ലയോ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നെങ്കിൽ ഈ കൊച്ചു കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി സ്വപ്നങ്ങൾ? അപ്പം നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ? ആ കുട്ടി അനുഭവിക്കാത്തതായ ഒരു സ്മരണ കുട്ടിയുടെ ഉള്ളിലുണ്ടാവില്ലല്ലോ. പറയൂ. അപ്പോൾ ഏതോ ഒരു ജന്മം അനുഭവിച്ച സ്മരണകൾ ആ കുട്ടി സ്വപ്നമായി കാണുകയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? പിന്നീട് ആ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിക്ക് സ്വന്തമായ ഇഷ്ടങ്ങളുണ്ടോ? അതോ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതാണോ കുട്ടിയുടെ ഇഷ്ടം? കളറുകളൊക്കെ, അതുപോലെ ഭക്ഷണത്തിനോടുള്ള ആ താല്പര്യം, ഇതൊക്കെ കുട്ടിയുടെ സ്വന്തമായ ചില അഭിപ്രായങ്ങളുണ്ടോ? കുട്ടിയുടെ സ്വന്തമായ കഴിവുകളുണ്ടോ? കുട്ടിയുടേതായിട്ടുള്ള ബുദ്ധിയും വൈഭവങ്ങളും ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ഇതിൽ അച്ഛനമ്മമാർക്ക് വല്ലതും ഉണ്ടോ പങ്ക്? പറയൂ. ഇല്ല. അപ്പോൾ ആ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള വ്യക്തിത്വം, കുട്ടിയുടേതായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് കുട്ടിക്ക് കിട്ടിയത്? അതിൻ്റേതായ ഇഷ്ടങ്ങളൊക്കെ. ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല. ഒരു അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്നും സംതിങ് ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് പ്രകടമാവുന്നുവെങ്കിൽ അത് നേരത്തെ
അൺമാനിഫെസ്റ്റഡ് ആയിട്ടുണ്ടാവണം. അതായത് ഉള്ളിൽ ഇംപ്രിൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നീട് പ്രകടമാവുന്നത്. നമ്മൾ പറയാറില്ലേ ഉള്ളിലിരിപ്പ് കയ്യിലിരിപ്പ് എന്നൊക്കെ പറയാറില്ലേ? ഇപ്പോഴാണ് എനിക്ക് ആളുടെ തനി സ്വഭാവം മനസ്സിലായതെന്നൊക്കെ പറയല്ലേ. അപ്പം ഈ തനി സ്വഭാവങ്ങളൊക്കെ അവിടെ ഉള്ളിലുണ്ട്, അതാണ് പിന്നീട് പ്രകടമാവുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു ജന്മം ആയിരുന്നോ? ഈ ഒരു ജന്മം മാത്രമാണോ ഉള്ളത്? അതോ ഈ ജന്മം എന്ന് പറയുന്നത് അനുഭവിച്ച അനുഭവങ്ങളുടെ ഒരു തുടർച്ചയായ ഒരു ജന്മമാണോ? അതായത് മുൻപുള്ള ജന്മത്തിൻ്റെ ഒരു തുടർച്ചയാണോ? ശരീരം മാത്രമല്ലേ മാറുന്നുള്ളൂ? പറയൂ, എന്താണെന്ന് മിണ്ടാത്തത് നിങ്ങൾ? കൊച്ചു കുട്ടികൾ കലാവൈഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ചില കുട്ടികളുടെയൊക്കെ കല കാണുന്നില്ലേ നിങ്ങൾ? ഒരു ഗംഗ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ, വയലിനിൽ അത്ഭുതമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കൊച്ചു നാളിൽ ഇത്രയും വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്? എവിടുന്ന് കിട്ടുന്നു ഇത്രയധികം വേഗതയിൽ ഈ കഴിവുകളൊക്കെ? ഇപ്പം മുമ്പ് പ്രാക്ടീസ് ചെയ്യാത്തൊരു സാധനം നമുക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ വേറെ മക്കളുണ്ടല്ലോ, അവർക്കെന്തേ കിട്ടാത്തത്? അവർക്കെന്തേ ഇത് കിട്ടാത്തത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഓരോ ജീവനും കഴിഞ്ഞ ജന്മങ്ങളുടെ തുടർച്ചയാണ്. ഓരോ മനസ്സുകളും കഴിഞ്ഞ ജന്മങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്നു. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ, നിങ്ങൾ വിചാരിക്കണ്ട. ഈവൺ ആധുനിക കാലഘട്ടത്തിൽ ഡോക്ടർ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബ്രേറൻ വെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ സൈക്യാട്രിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വൺ മാസ്റ്റർ ആൻഡ് മെനി ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടോ അറിയില്ല ബ്രേറൻ വെയ്സിൻ്റെ. അതിൽ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, ഒരു സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം തൻ്റെ രോഗികളിൽ നടത്തിയ അനവധി കാലത്തെ പരീക്ഷണങ്ങളിൽ പറയുന്നു, രോഗികളുടെ പെരുമാറ്റങ്ങളും രോഗങ്ങളുമൊക്കെ ഈ ജന്മങ്ങളുടേതല്ല എന്നുള്ളത്. ഇതെല്ലാം തുടർച്ചയായ ഏതോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം ഞാനും നിങ്ങളും സത്യത്തിൽ പുതുമയുള്ളവരല്ല. ഞാനും നിങ്ങളും കഴിഞ്ഞ ജന്മങ്ങളുടെ ഉറക്കെ പറയൂ തുടർച്ചകളാണ്. ഇവിടെ എല്ലാം ഒരു കണ്ടിന്യൂമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്വർഗവും നരകവും എന്നതൊക്കെ വെറും വെടിത്തരങ്ങളല്ലേ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതെല്ലാം ഒരു തുടർച്ചയാണ്. ജീവിതം ഒരു തുടർച്ചയാണ്. ഒന്ന് പറയൂ, ജീവിതം ഒരു തുടർച്ചയാണ്, ഒന്നും ഒരു പുതുമയല്ല. മനസ്സിലാവുണ്ടല്ലോ? ഒരാൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പൊരു ജന്മമുണ്ട്. മനസ്സിലാവുണ്ട് ഞാൻ പറയണത്? ഇവിടെ സ്വർഗവുമില്ല നരകവും. എന്നാൽ സ്വർഗവും നരകവും ഇല്ലേ? ഉണ്ട്. എവിടെ? മനസ്സിലുണ്ട്. അത് സ്ഥലങ്ങളല്ല, അത് അവസ്ഥകളാണ്. അതാണ് കൃഷ്ണൻ്റെ നിർവചനം. സാക്ഷാൽ കൃഷ്ണൻ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗവും നരകവും. നിങ്ങൾ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശത്തിലേക്ക് പോകണം. അവിടെ 11-ാം സ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ 38-ഉം 42-ഉം ശ്ലോകങ്ങൾ എടുത്താൽ കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നരകം എന്ന് പറയുന്നത് മാനസികമായ ദുഃഖങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. മനസ്സിൽ സുഖവും സന്തോഷവും ഉള്ളപ്പോൾ സ്വർഗ സത്വഗുണോദയ എന്നാണ് കൃഷ്ണൻ്റെ നിർവചനം. സ്വർഗ സത്വഗുണോദയ. സെക്കൻഡ് വോളിയം ഉണ്ടോ നിങ്ങളെടുത്ത്? ആരുടെങ്കിലും കയ്യിൽ എടുത്തു നോക്കൂ. എൻ്റെ നിർവചനമല്ലത്, ഞാൻ പറയുന്നതല്ല ഇതൊന്നും. എല്ലാം ഭാഗവതത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറഞ്ഞു തരികയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഉദ്ധവോപദേശം. അവിടെ നിങ്ങൾ 16-ാം അധ്യായം എടുക്കുക. തോന്നുന്നു 16 എൻ്റെ ഓർമ്മ ശരിയാക്കി എടുക്കട്ടെ ഞാൻ. പത്തൊൻപതിൽ 42-ഉം 43 കറക്റ്റ്. 19, 16 അല്ല 19. അവിടെ നിങ്ങൾക്ക് കാണാം സ്വർഗസത്വഗുണോദയ. നോക്കൂ നിങ്ങൾ. അപ്പോൾ നിൽക്കട്ടെ, വിഷയത്തിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഓരോരുത്തരും ശരീരം വിട്ടാൽ ഒരു അച്ഛനെയും അമ്മയെയും അന്വേഷിച്ച് യാത്രയാണ്. ഏതിലൂടെയാണ് യാത്ര? ഏതിലൂടെയാണ് യാത്ര? ജലത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടത്. അസ്ഥി ഒഴുക്കാനും വെള്ളം, പിന്നീട് എല്ലാ ക്രിയകളും ചെയ്യാൻ അല്ലേ വെള്ളം. പുഴയുടെ തീരത്തോ പുഴയുടെ കടൽ തീരത്തോ അല്ലെങ്കിൽ വല്ല കുളത്തിൻ്റെ തീരത്തൊക്കെ അല്ലേ ചെയ്യുന്നതല്ലേ? എന്തിനാ ഈ പുഴയും കടലൊക്കെ എന്തിനാണ്?
മനസ്സിലാക്കണം, ജീവൻ ജലത്തിലൂടെയാണ് പ്രയാണം. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു ജീവൻ നാല് രീതിയിലുള്ള ജന്മങ്ങളിലേക്കാണ് പോവുക. എത്ര? 4. ഇതിനെ പറയാ ശ്വേതജം, അണ്ഡജം, ഉദ്ബീജം, ജരായുജം. ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പത്തിലൂടെ ബാക്ടീരിയകളും അണുക്കളും ആവാം. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിൽ കൊതുകായിട്ട് ജനിച്ചു വരാം. അതിലും ഒരു ജീവനുണ്ട്, അതിൻ്റെയും ഒരു പൂർവ്വജന്മമുണ്ട്. ഏത് ജീവനും നിങ്ങൾ കൊതുകിനെ കൊന്നു വെച്ചിട്ട് നിങ്ങൾ അതിനെ നശിപ്പിക്കുന്നില്ല, അതിൻ്റെ ശരീരം മാത്രമേ നശിപ്പിക്കുള്ളൂ. ജീവൻ വീണ്ടും മറ്റൊരു ജന്മമെടുക്കാൻ പോവുകയായി. അപ്പൊ ശ്വേതജം. രണ്ടാമത്തത് ഉദ്ബീജം. ഉദ്ബീജം എന്ന് പറഞ്ഞാൽ വിത്തിലും ഒരു ജീവനുണ്ട്. ഇതൊരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പണ്ട് കാലത്ത് ആരും വിശ്വസിക്കില്ലായിരുന്നു ചെടികൾക്ക് ജീവനുണ്ട്. ഡോക്ടർ JC ബോസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ചെടികൾക്കും ജീവനുണ്ടെന്നും അതിനും മനസ്സുണ്ടെന്നും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡോക്ടർ JC ബോസിൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്ത് വായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഡോക്ടർ JC ബോസ് അടിച്ചു നോക്കൂ നിങ്ങൾ. അപ്പം കാണാം ചെടികൾക്കും മനസ്സുള്ളതും ജീവനുള്ളതും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. അപ്പം അതിലും ജീവനുണ്ട്. ഏതില്? ചെടികളിൽ. കാരണം വിത്ത് വറുത്തു കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കില്ലല്ലോ, ആ ജീവൻ അതൊന്ന് മാറി. ഇനി മൂന്നാമത്തതാണ് അണ്ഡജം. അണ്ഡജം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, മുട്ടകൾ. അത് പക്ഷിയുടെ മുട്ടയിലും ശരി, പല്ലിയുടെ മുട്ടയിലും ശരി, ആമയുടെ മുട്ടയിലും ശരി, പാമ്പിൻ്റെ മുട്ടയിലും ശരി, ആ മുട്ടയ്ക്കകത്തൊക്കെ ജലമല്ലേ ഉള്ളത്. ഇനി നിൽക്കട്ടെ, വിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതുപോലെ ശ്വേതജം എന്ന് പറഞ്ഞാൽ തന്നെ ഈർപ്പം എന്നാണ് അർത്ഥം, അല്ലേ? ഈർപ്പത്തിലല്ലേ ബാക്ടീരിയ. അപ്പോൾ ആ ബാക്ടീരിയകൾ പൊടിഞ്ഞു വരണമെങ്കിൽ അവിടെ ഒരു നനവ് വേണം, അല്ലെങ്കിൽ ഒരു ഈർപ്പം വേണം. അപ്പം ആ ഈർപ്പത്തിലൂടെയാണ് അതിലും ജീവൻ വികസിക്കുന്നത്, ആണോ? വിത്തിൽ ഈർപ്പമുണ്ടെങ്കിൽ, നനവുണ്ടെങ്കിലേ അവിടെയും ജീവന് നിൽക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വല്ലാതെ വറുത്ത് കഴിഞ്ഞാൽ, ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിത്ത് വറക്കുമ്പോൾ, അതായത് ഫ്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള ഈർപ്പത്തിൻ്റെ അംശം നഷ്ടപ്പെടുമ്പോൾ ജീവനും പോയി. അപ്പം ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, ജീവന് നിലനിൽക്കണമെങ്കിൽ ജലം വേണമെന്ന്. ഇതുപോലെ മുട്ട, കോഴിമുട്ടയൊക്കെ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ബോയിൽ ചെയ്യുന്നു. ആ മുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്തുള്ള ജലാംശം കട്ടിയായിട്ട് ആ ജലാംശം പോകുന്നതോടുകൂടി ഏതും പോയി, അതിൽ ജീവനും പോയി. മനസ്സിലാവുണ്ടല്ലോ? നാലാമത്തതാണ് ജരായുജം എന്ന് പറയുന്നത്. അത് പ്രസവിക്കുന്ന ജീവജാലങ്ങളെയാണ് ജരായുജം എന്ന് പറയുക. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജവും അണ്ടവും ചേർന്ന്, അത് മനുഷ്യനായാലും ശരി, പൂച്ചയായാലും ശരി, പട്ടിയായാലും ശരി, ഏതെങ്കിലും മൃഗങ്ങളായാലും ശരി, ബീജവും അണ്ടവും ചേർന്ന് കുഞ്ഞുണ്ടാകുന്നതിൽ ഈ ബീജവും വെള്ളമല്ലേ, അണ്ടമൊക്കെ വെള്ളം തന്നെയല്ലേ, ഇത് ചേർന്നുകൊണ്ടല്ലേ ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പം ഈ ജീവൻ വികസിച്ചു വരണമെങ്കിൽ ഏത് വരണം? ജലം നിർബന്ധമാണ്. നോക്കൂ, നമ്മുടെ പൂർവികർ ഈ വാക്കുകൾ 5000 വർഷം മുമ്പ് പറഞ്ഞ ശ്വേതജം, ഉദ്ബീജം, അണ്ഡജം, ജര, ഇതൊക്കെ പഠിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിന് ശേഷമാണ് ഡാർവിൻ ജോസഫ് ജലത്തിലൂടെയാണ് ജീവൻ്റെ വികാസമെന്ന റിസർച്ച് ചെയ്ത് കണ്ടെത്തി അദ്ദേഹത്തിന് നോബൽ പ്രൈസും മറ്റുമൊക്കെ കിട്ടിയത്. എന്നാൽ നമ്മുടെ ഋഷിവര്യന്മാരെ ആരെങ്കിലും വല്ല വില വയ്ക്കുന്നുണ്ടോ? ഒന്നാമത് ജന്തുക്കൾക്കേ വിലയില്ല. ഇത് പഠിക്കണ്ടേ നമ്മൾ? ഹിന്ദു എന്ന് പറയണ നമുക്ക് തന്നെ ഒരു പുസ്തകം വേണ്ട, വായും പൊളിച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ജന്തുക്കളാണ് നമ്മൾ. പിന്നെ നമുക്കേ നമ്മുടെ സംസ്കൃതിയോട് വിലയില്ലെങ്കിൽ, നമ്മളെ ഇതിനെ പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ഇതിന് സമൂഹത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ചു ആര് വില വയ്ക്കും? പിന്നെ നമ്മുടെ സംസ്കൃതിയുടെ ശത്രുക്കൾ നമ്മളാണ്. കാരണം നമ്മളിൽ പഠിക്കുന്നവർ കുറവാണ്. എല്ലാം വായും പൊളിച്ച് കേട്ട് ചായയും കുടിച്ച് പോകുന്ന ടീമുകളാണ്. അത് നമ്മുടെ ഒരു അധപ്പതനം എന്നല്ലാതെ എന്താ പറയുക? കാരണം ഇതിനെ ഉൾക്കൊള്ളാനും ഇതിനെ മനസ്സിലാക്കി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഭാരതത്തിൻ്റെ മഹത്വം ലോകത്തിലേക്ക് എത്തുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്ന ശത്രുത എന്താ അറിയോ? കേൾക്കുക എന്നല്ലാതെ
ഈ സംസ്കൃതിയോടൊരു ബഹുമാനം നമ്മളാരും വളർത്താൻ ശ്രമിക്കുന്നില്ല. നമ്മളിത് പഠിക്കുകയും വേണം, പ്രചരിപ്പിക്കുകയും വേണം. അപ്പോൾ വീണ്ടും ജന്മങ്ങൾ വരികയാണ്. അപ്പം എങ്ങനെയാണ് ഒരു ജീവൻ ജനിക്കണം? ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ നല്ലതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരച്ഛൻ്റെ ശരീരത്തിലേക്ക് കയറിയാൽ ആ ജീവൻ രക്തത്തിലേക്ക്, കാരണം ജീവന് വെള്ളം വേണമല്ലോ, രക്തത്തിലേക്ക് ചേർന്ന്, കാരണം രക്തത്തിൻ്റെ കൺവേർഷനാണ് സ്പേം, ബീജം എന്ന് പറയുന്നത്. പിന്നീട് ആ ബീജത്തിലൂടെ ഒരമ്മയുടെ ഗർഭപാത്രത്തിലെത്തുമ്പോൾ ഗർഭപാത്രത്തിൽ അണ്ഡവും ബീജവും ചേർന്ന് അത് പിന്നീട് കുട്ടിയായിട്ട് വളരുന്ന സമയത്ത് ഒരു പ്ലസൻ്റ രൂപപ്പെടുമ്പോൾ ആദ്യം തന്നെ ആ ഒരു കുട്ടിയുടെ വളരുന്നത് തലയുടെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, 5000 വർഷം മുമ്പ് കപിലന് ഒരു എംബ്രിയോ വളരുന്നതിൻ്റെ പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു. നിങ്ങൾ 31 അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, മാസേന ശിരോ എന്ന് 2ാമത്തെ ശ്ലോകം എടുത്ത് നോക്കൂ, നിങ്ങൾ കാണാം. കലലേന ഏകരാത്രേണ ബുദ്ഭുതം പഞ്ചരാത്രേണ ബുദ്ഭുതം കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം മാസേന ശിരോ എന്നൊരു ഭാഗം കാണാം. കണ്ടോ? 1ാമത്തെ മാസമാകുമ്പോൾ ഒരു കുട്ടിയുടെ തലഭാഗമാണ് ആദ്യം രൂപപ്പെടുന്നത്. എന്തിനാണ് ഈ തലഭാഗം രൂപപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തലയ്ക്കകത്ത് ശ്രദ്ധിക്കണം, മൂർധാവിലുള്ള സുഷിരമാണ്, ഞാൻ പറഞ്ഞു, ബ്രഹ്മരന്ധ്രം. ഇപ്പോഴും നമ്മുടെ തലയോടിൽ ചെറിയൊരു ഓട്ടയുണ്ട്, അതിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ വേർപ്പൊക്കെ വരുന്നു കഴിഞ്ഞാൽ, വേർപ്പ് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നീരുകെട്ടും പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ടല്ലേ ഈ ആയുർവേദത്തിൽ എന്താണ് അതിന് പറയുക, രാഷ്ട്രാദിപ്പൊടിയൊക്കെ ഇടുന്ന ഒരു ഇത് എവിടെ ഇടുന്നത് അറിയോ? നെറുകയിലാണ്. ഈ നെറുക എന്ന് പറയുന്ന സാധനം എവിടെയാണ്? നെറുക എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഭാഗത്താണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. നെറുക എങ്ങനെ കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും അറിയോ നെറുക കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും അറിയോ? കൃത്യമായി പറയാൻ അറിയോ നിങ്ങൾക്ക്? അറിയെങ്കിൽ അല്ലെങ്കിൽ ഇല്ല. അറിയുന്നവരെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എങ്ങനെയാണ് നെറുക കണ്ടുപിടിക്കുക? ചോദ്യത്തിൻ്റെ ഉത്തരമായില്ലേ? അതിപ്പോൾ ഏത് പൊട്ടനും, അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സ്ഥലമാണോ എന്നുള്ളത്? ഈ നെറുക കണ്ടുപിടിക്കാൻ മൂക്കിനറ്റത്ത് വിരൽ വെച്ച് എവിടെയാണോ തള്ളവിരൽ അവസാനിക്കുന്നത് അതാണ് നെറുക. അതാണ് അതിൻ്റെ രീതി. അപ്പം നെറുക കണ്ടുപിടിക്കുക, അല്ലാതെ നമുക്ക് പലർക്കും ഇത് അറിയില്ല. ഇവിടെ കൊണ്ട് തിരുമ്മിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം നെറുകയിൽ തിരുമണമെങ്കിൽ മൂക്കിനറ്റത്ത് വിരൽ വെച്ച് എവിടെയാണോ തള്ളവിരൽ വരുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ നെറുക ഭാഗം എന്ന് പറയുന്നത്. ഇതൊക്കെ കൃത്യ അളവിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുഷിരത്തിൻ്റെ പേരാണ് ബ്രഹ്മരന്ധ്രം. ഇതിലൂടെയാണ് ആ പ്രാണൻ മനസ്സിനെ താഴോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഈ ശരീരത്തിലേക്ക് ജീവൻ കയറുകയായി. പിന്നീട് 2ാമത്തെ മാസം കൈകാലുകൾ, 3ാമത്തെ മാസം ലിംഗഛിദ്രോദ്ഭവ ത്രിപി, 3ാമത്തെ മാസം ലിംഗഛിദ്രം വരും. എന്ന് വെച്ചാൽ ആണെന്നോ പെണ്ണെന്നോ വേർതിരിയും. ഇവിടെയാണ് ഇനി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ പെൺകുട്ടികളോടൊക്കെ പറയണം, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവുക, അതാണല്ലോ ഇന്നിപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യം. അതിനാണല്ലോ ഈ എല്ലാ സെൻറ്ററുകളിലും നിങ്ങൾക്ക് കാണാം, എവിടെ നോക്കിയാലും എന്താണ് കുട്ടികളുണ്ടാവാൻ വേണ്ടി ഫെർട്ടിലിറ്റി സെൻറ്ററുകളൊക്കെ ധാരാളം. ഇൻഫെർട്ടിലിറ്റിയുടെ സെൻറ്റർ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളുണ്ടാവുന്നില്ല. ഇന്നൊരു വലിയ ദുരന്തമാണ്, കുട്ടികളുണ്ടാവുന്നില്ല. അത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് അച്ഛനമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലേ ഉള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ ചിക്കൻ പോലുള്ള സാധനങ്ങൾ പെൺകുട്ടികൾ കഴിയുന്നതും കഴിക്കരുതെന്നാണ്. കാരണം വെച്ചാൽ ഈ ഹോർമോൺ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഹോർമോൺ വ്യവസ്ഥയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ ശരീരത്തിൽ അധികരിച്ചു കഴിഞ്ഞാൽ പ്രായമാവും തോറും യൂട്രസിനെ അതെല്ലാം ചില സമയത്ത് ഒന്നുകിൽ ചുരുക്കി കളയും, ഫിലോപ്പിൻ ട്യൂബൊക്കെ തിക്കനാവും, കൂടുതൽ അതിന് കട്ടി വരും. അപ്പോൾ അതിൻ്റെ ലൂബ്രിക്കേഷൻ പോയി കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് വീഴുന്ന ഈ ബീജത്തെ പലപ്പോഴും ഓവർ എത്തിക്കാൻ അതിന് സാധിക്കാതെ വരും. അപ്പം അവിടെ നിന്ന് തന്നെ അത് മൈനസായിപ്പോയി. അപ്പം അങ്ങനെ ഹോർമോൺ അടങ്ങിയ സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിൽക്കട്ടെ, അതിനേക്കാളുപരി ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾ ശരിക്കും
ഒബ്സർവ് ചെയ്യേണ്ട ഒന്നാണ്, അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഭാഗവതത്തിൽ പറയുന്ന പയോവ്രതം എന്നത്. ഈ പയോവ്രതത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കില്ല, കാരണം നമ്മുടെ സമയം അനുവദനീയമല്ല. ആ ടോപ്പിക്ക് വീണ്ടും വരുന്നതുകൊണ്ട് ഞാൻ പിന്നീട് പറയും. അത് ഇവിടെ പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ വളർച്ച വന്ന് ആ കുഞ്ഞ് അമ്മയിൽ നിന്ന് അമ്മ കഴിക്കുന്ന ആഹാരമൊക്കെ സ്വീകരിച്ച് വളരുമ്പോൾ ആ കുട്ടി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയപ്പെടുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വരരുതേ ദൈവമേ എന്നുള്ള. പിന്നീട് അവിടെ നിന്ന് ഈ പറയാണ്, കുട്ടി വളരുമ്പോൾ അമ്മ കഴിക്കുന്ന ആഹാരം ഈ കുട്ടിയെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പം ഇവിടെ കപിലൻ പറയുന്നുണ്ട്, ഏത് കഴിക്കരുത് നോക്കണം, അന്ന് എഴുതി വെച്ചാണ് ഏതൊക്കെ കഴിക്കരുത്. കടു, അമ്ല, ലവണ, അത്യുഷ്ണ. കടു എന്ന് പറഞ്ഞാൽ ഇതാണ്, കടു എന്ന് പറഞ്ഞാൽ കടുമാങ്ങയല്ല, എരിവ്, അതുപോലെ പുളി, അത്യുഷ്ണ, അങ്ങനെ മസാലകളും മറ്റുമൊക്കെ ഉള്ളത്. ഇതെല്ലാം ഒരു അമ്മ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സർവാംഗോത്തിത വേദന എന്നാണ്. പിന്നെ ചില ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആഹാരം കുട്ടിയുടെ ഉള്ളിലെത്തുമ്പം അതിൽ കുട്ടിയുടെ ഉള്ളിൽ നിന്നും ചില എക്സ്ക്രീറ്റ് പോകുന്നുണ്ട്. കുട്ടിയും ഉള്ളിൽ ഇത്തിരി മൂത്രമൊക്കെ പോകുന്നുണ്ട്, സ്റ്റൂള് പോകുന്നുണ്ട് കുട്ടിയുടെ. അതിൽ ചില കൃമികൾ രൂപപ്പെടും. കൃമികൾ എന്ന് പറഞ്ഞാൽ ചില അണുക്കൾ രൂപപ്പെടും. ഇത് കുട്ടിയെ വല്ലാതെ ഇച്ച് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നതാണ്. ഇത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്ന പറയുന്നത്. അപ്പം അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ കഴിക്കുന്ന ആഹാരത്തിലും നല്ലവണ്ണം ശ്രദ്ധ വയ്ക്കണം എന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ ഭാഗവതത്തിൽ എഴുതിയിരിക്കുകയാണ്.